എല്ലാം ക്ലിയർ ആവുമേ. ഗിരീഷേട്ട ഇപ്പൊ പറഞ്ഞ പോലെ, ആ കാട്ടൂര മുമ്പ് പറഞ്ഞ പോലെ, ജോലി എന്തായാലും കൂലി കൃത്യമായിട്ട് കിട്ടിയാൽ മതി. നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങള് എന്നാ ശരിയാവുന്നെന്ന് പറയാൻ പറ്റില്ല. അതുവരെ വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ശരിയാവില്ല. അല്ലെങ്കിൽ പിന്നെ ദേവി തൊഴിലുറപ്പിന് പോകേണ്ടി വരും. ഞാൻ റെഡിയാ നന്ദു. ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ഏത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യും. ആ, നന്ദുവിന് ജോലി കിട്ടിയ സ്ഥലത്ത് എനിക്കൂടെ ഒരു ജോലി കിട്ടുമോ നോക്കാം. ഏയ്, അത് സാവകാശം മതി. എന്തായാലും നന്ദന് ജോലി കിട്ടിയല്ലോ, പതിയെല്ലാം ശരിയാവും. നിനക്ക് ക്യാഷ് വല്ലതും വേണോ നന്ദ? ഡ്രസ്സോ ഷൂവോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ആ, ഇതുപോലെ ഒരാളിനെ കിട്ടി തന്നെ എന്റെ ഭാഗ്യം. ചോദിച്ചല്ല, ആ ചോദ്യം തന്നെ ധാരാളം. ഇപ്പൊ അത്യാവശ്യത്തിനുള്ള കാശൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ ഒരുപാട് ധാരാളത്തും കാണിച്ച് കിട്ടി ജോലി പോകണ്ട ഗിരീഷേട്ടാ. ആദ്യം ഇതൊന്ന് സ്ഥിരപ്പെട്ട് കിട്ടട്ടെ, നോക്കാം. ഞാനും നന്ദുവും ഒന്ന് പുറത്തു പോയിട്ട് വരാമേ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. എന്ന് പോയിട്ടോ. ആ നന്ദ, ഒരു കാര്യം ചെയ്. ജോലി കിട്ടിയ കാര്യം ഭാർഗവിയോടൊന്ന് പറഞ്ഞേക്കണേ. പറ്റുമെങ്കിൽ അവിടെ നിന്ന് കയറിക്കോ. ആ, അത് വേണം. അവിടേക്ക് പോയതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത്. അതെന്താ? അവിടെ നിന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തോ നിന്നെ? അയ്യോ, അതല്ല, പ്രാർത്ഥന. ഭാർഗവന്റെ പ്രാർത്ഥന. ബാദേവി, നമുക്കറിഞ്ഞു. ശരിയമ്മേ. അവനെന്താ അങ്ങനെ പറഞ്ഞത്? ഇനി ഭാർഗവി എങ്ങനെ പറഞ്ഞിട്ടാണോ ഈ ജോലി? പിന്നെ ഭാർഗവി ആന്റിക്ക് അതിനുള്ള സാമർത്ഥ്യമൊക്കെ ഉണ്ടോ? അവളെ എങ്ങനെ കൊച്ചാക്കിയൊന്നും കാണണ്ട. ചിലതെല്ലാം അവള് വിചാരിച്ചാലും നടക്കും. അത് ശരിയാ. അന്ന് ഭാർഗവേന്റെ ഇവിടെ വന്ന് മാഡമായിട്ട് സംസാരിച്ചതിന് ശേഷമാ മാഡത്തിന്റെ രീതികളൊക്കെ ഒന്ന് മാറിയത്. അവര് തന്ന ധൈര്യത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എനിക്ക് തോന്നുന്നത് ആ ത്യാഗരാജനെ ശരിപ്പെടുത്തിയതടക്കം മാഡത്തിന്റെ പണിയാണെന്നാ. ഏയ് ഗിരീഷ്, ഇതെന്തൊക്കെയാ പറയുന്നേ? നിങ്ങളിരിക്കെ. ഗിരി പറഞ്ഞത് നേരാ. അമ്മയ്ക്ക് അതിലൊക്കെ എന്തോ പങ്കുണ്ട്.